പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനാൽ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവിന്റെ സ്നേഹം മാറാത്ത സ്നേഹം അല്ലേ? നമ്മൾ ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ എല്ലാ പ്രോഗ്രാമിലും പറയുന്ന പോലെ തന്നെ, എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. നമ്മൾ ദൈവവചനം എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രധാന ഉദ്ദേശം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെ വിഷയങ്ങളുമായി പൊരുത്തപ്പെട്ട് നമ്മൾ കർത്താവിനെ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കിക്കേ, വിഷയങ്ങളോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ കാര്യം നടന്നതുകൊണ്ട് ദൈവത്തിന് എന്നോട് ദേഷ്യമാണ്, അത് നടക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ല, നമ്മളങ്ങനെ ചില വിഷയങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കർത്താവിനെ നമ്മൾ വിലയിരുത്തുന്നത് അല്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് അതിനെല്ലാം അതീതനാണ്. നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ കരുതുന്ന, നമ്മുടെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചെറിയ ലെവലില് അതിനെല്ലാം അപ്പുറമാണ് കർത്താവ്. ഒരു വിഷയത്തിനകത്ത് നമ്മുടെ മനസ്സിലാക്കലനുസരിച്ച് അതെനിക്ക് ദോഷമായി തീർന്നു, അതെനിക്ക് പ്രശ്നമായി തീർന്നു, അതുകൊണ്ട് ദൈവം എന്നെ കൈവിട്ടു. ഇല്ല പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് നിന്നേ നിങ്ങൾ. നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ കല്ലറവാതിക്കൽ ഇവരെല്ലാവരും കൂടി ചെന്നു. അവിടെ കർത്താവിനെ കാണുന്നില്ല, എല്ലാവരും പോയി, എല്ലാവരും ഓടിപ്പോയി, കർത്താവിനെ കാണുന്നില്ല. ഇനി അവിടെ നിന്നിട്ട് കാര്യം. പക്ഷെ മഗ്ദലക്കാരത്തി മറിയം അവിടെ നിന്നു. അപ്പൊ കർത്താവ് അവൾക്ക് പ്രത്യക്ഷനായി. നമ്മൾ ആ വിഷയങ്ങളുടെ വെല്ലുവിളികളുടെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോഴേ ഒന്ന് നിന്നേ, അല്പം ഒന്ന് അവിടെ ഒന്ന് പോസ് ചെയ്ത് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ആ കർത്താവിന്റെ കരവും കർത്താവിന്റെ കരത്തിന്റെ പ്രവൃത്തിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ എല്ലാ വിഷയങ്ങളിലും ഇപ്പോ ഒരുപക്ഷെ ആളുകൾ നിങ്ങളെ പഴിച്ചു പറഞ്ഞിരിക്കാം, കുറ്റം പറഞ്ഞിരിക്കാം, മുറിപ്പെടുത്തിയിരിക്കാം. നിങ്ങൾ അതിനോട് പ്രതികരിക്കാൻ നിൽക്കരുത്. അവിടെ നിങ്ങളുടെ സമയം പോകും. മുന്നോട്ട് ഓടിക്കേ. വലിയ വലിയ ഉത്തരവാദിത്വം കർത്താവ് ഏൽപ്പിച്ചിരിക്കല്ലേ. നിരാശപ്പെട്ട് കുറ്റം പറഞ്ഞ് പിറുപിറുത്ത് അവിടെ നിൽക്കാതെ മുന്നോട്ടോട് ആഞ്ഞു കുതിക്കും മുന്നോട്ട്. വലിയ വിളിയാ നിങ്ങളുടെ മേൽ കർത്താവ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് പുറകിൽ വരുന്ന ശത്രുവിനെയോ മുൻപിലെ വെല്ലുവിളികളോ ഇതൊന്നും കണ്ട് നമ്മളെ പകച്ചു നിൽക്കേണ്ടവരല്ല. ഈ നിമിഷം നമുക്ക് ഈ നിമിഷം വിലപ്പെട്ടതാ. ഓടിക്കും, മുന്നോട്ട് ഓടിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതോ, നിങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, അവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരെ അഡ്വൈസ് ചെയ്തു, അവരെ എൻകറേജ് ചെയ്തു. എന്നാൽ എല്ലാവരും മറന്നുപോയി. അവരുടെ ജീവിതത്തിൽ ഉയർച്ചയിലെത്തിയപ്പോൾ അവരെല്ലാം മറന്നുപോയി. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അവിടെ ഒന്ന് സ്വസ്ഥമാകാമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ കഴിവുകൊണ്ടാണോ നിങ്ങൾ ഇവിടെ വരെ എത്തി? അല്ലല്ലോ, കർത്താവിന്റെ കൃപയല്ലേ. നിശ്ചയമായിട്ടും അതെ. അപ്പം അവരും പറയുക കർത്താവിന്റെ കൃപയാകൊണ്ടാ നിങ്ങൾ ഉപയോഗിക്കപ്പെട്ടെന്നുള്ളൂ. വിട്ടരുന്നേ. ഇന്ന് നിങ്ങൾ എത്തി നിൽക്കുന്നത് നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ അറിവിനും നിങ്ങളുടെ പരിമിതിക്കെല്ലാം അപ്പുറമാണെങ്കിൽ ഇതിനേക്കാളും വലിയ ലെവലിൽ നടത്താൻ കർത്താവിന് പറ്റത്തില്ലേ? നമ്മള് ഈ പുറകിൽ നിൽക്കുന്നവരോട് വഴക്കിട്ട് നമ്മുടെ മുന്നോട്ടുള്ള ഓട്ടം നമ്മളെ സമയം കളയരുത്. ഓടിക്കും, മുന്നോട്ട് ഓടിക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോകും. വലിയ കാര്യങ്ങൾ, വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നിരാശകളെയും ഒക്കെ കണ്ടിട്ട് അവിടെ മടിച്ച് പതറി പിറുപിറുത്ത് കുറ്റബോധം കൊണ്ട് അവിടെ നിൽക്കാതെ മുന്നോട്ടെന്ന് പറഞ്ഞാൽ അസാധാരണം എന്ന നിലയിൽ ഓടിക്കുക. അസാധാരണം എന്ന നിലയിൽ ഓടിക്കുക. നിങ്ങളിലൊരു വലിയ ദൈവമഹത്വം മറഞ്ഞിരിപ്പുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ നിവൃത്തി കാണണമെങ്കിൽ നമ്മുടെ അകത്തൊരു വ്യഗ്രത ഉണ്ടാകണം. കർത്താവാണ് എൻ്റെ എല്ലാം. ഞാൻ ഇന്ന് നിൽക്കുന്ന പൊസിഷന്റെ മുഴുവൻ ഗ്ലോറിയും കർത്താവിന്, അതിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെ കർത്താവിന്. ഞാൻ നിന്നതാന്ന് വിചാരിക്കുമ്പോഴല്ലേ നമുക്ക് ടെൻഷൻ. വിചാരപ്പെടാവുന്നേ, മുന്നോട്ട് കുതിച്ചോ. നിങ്ങളെ അത്ഭുതകരമായിട്ട് കർത്താവ്, അത്ഭുതകരമായിട്ട് കർത്താവ്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇതുവരെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക.
അതായത് ഈ ഈ ഒരു വെളിപ്പാട്, ഈ ഒരു ചിന്ത, വചനത്തിൽ നിന്ന് ഈ ഒരു ചിന്ത എന്റെ ഹൃദയത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു കാര്യം, ആ സന്തോഷത്തിന്റെ പരിപൂർണതയും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ചില സുഹൃത്തുക്കളൊന്ന് വിളിച്ചൊന്നു, മറ്റുള്ളവരൊന്ന് വിളിച്ചു പറഞ്ഞു ഇതൊന്ന് കാണാനായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതൊരു വിടുതലായിത്തീരും. ഇന്ന് നിശ്ചയമായിട്ടും ഒന്ന് വിടുതലായിത്തീരും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. പുറപ്പാട് പുസ്തകം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില് ദൈവജനം അവര് അടിമത്വത്തിൽ നിന്ന് പുറപ്പെട്ട് വലിയ സന്തോഷമായിരുന്നു. കാരണം കുറച്ചു വർഷമൊന്നുമല്ല, ഏകദേശം 430 വർഷത്തെ അടിമത്വം കഴിഞ്ഞിറങ്ങുക. അതൊരു ചെറിയ കാലഘട്ടമല്ല. അവരുടെ ജീവിതത്തില് കഴിഞ്ഞ നാളുകൾ മുതൽ അവർ ഇന്ന് വരെ കടന്നു വന്ന ജീവിത യാത്രയുമായിട്ട് തുലനം ചെയ്ത് നോക്കിയാൽ അവർക്കിത് ഒരിക്കലും ഒരു ചെറിയ കാര്യമായിട്ട് കാണാൻ സാധ്യമല്ല. കാരണം അതിഥികളായിട്ട് എത്തി അടിമകളായി മാറിയവരെ ഇത് അവര് ഈ നാട്ടിലേക്ക് അവര് സ്വന്തമായിട്ട് നുഴഞ്ഞു കയറി വന്നവരൊന്നും അല്ല. യോസഫ്, ദൈവത്താൽ നിയോഗിച്ച് അയക്കപ്പെട്ട യോസഫ് അവിടെ വന്നിട്ട്, യോസഫിന്റെ സഹോദരങ്ങൾ അവിടെ വന്നു. സഹോദരങ്ങളെ പറഞ്ഞയച്ച് അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും അവരുടെ കൊച്ചുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാരെയും കൊണ്ടുവന്ന്, വേലക്കാരെയും എല്ലാം കൊണ്ടുവന്ന്, അവര് നുഴഞ്ഞു കയറി വന്നവരല്ല, ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ട് വന്നവരാ. അതിഥികളായി വന്ന് അടിമകളായി മാറിയവർ. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? അവരിപ്പോ അടിമകളായിട്ട് പട്ടണങ്ങൾ പണിയുക. ചെറിയ പണിയൊന്നും അല്ല ചെയ്യുന്നത്, പട്ടണങ്ങൾ പണിയുക. വലിയ കഠിനാധ്വാനത്തിന്റെ ഒരു മുറിവ്, വേദന അവരനുഭവിക്കുന്ന ഒരു കാലം. അത്രയേറെ അസഹനീയമായ പ്രയാസത്തിൽ കൂടെ പോകുന്ന ഒരു കാലത്ത്. മാത്രമല്ല, ഈ 430 വർഷമൊക്കെ ആയപ്പോ, 400 വർഷമൊക്കെ അതിനോടൊക്കെ അടുത്തപ്പോ, ഈ യോസഫിനെ കുറിച്ചോ, യോസഫിന്റെ ജ്ഞാനത്തെക്കുറിച്ചോ, യോസഫ് ആ ദേശത്തിന് വരുത്തിയ രക്ഷയെക്കുറിച്ചൊക്കെ മറന്ന രാജാക്കന്മാർ വന്നിട്ട് ശക്തമായ നിലയിൽ ഈ ജനത്തെ ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം. അതൊരു വല്ലാത്ത വേദന ഉള്ളൊരു സിറ്റുവേഷൻ. അത്ര വലിയ പ്രയാസത്തിൽ കൂടെ പോകും. അടുത്തൊരു വിഷയം കൂടെ ഉണ്ടാകുക. അവിടെ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയണം, നൈൽ നദിയിൽ എറിഞ്ഞു കളയണം. വലിയൊരു കൽപ്പന പുറപ്പെട്ടു. ഇത് അവർക്ക് ധിക്കരിക്കാൻ സാധ്യമല്ല, കാരണം രാജകൽപ്പനയാണ്. ആ വേദനകളിൽ നിന്ന്, അത്രയും ഞെരുക്കത്തിൽ നിന്ന് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവർ ജോലി ചെയ്യുന്ന ഇപ്പോഴ് അവർ ഇഷ്ടികച്ചൂളയിൽ ജോലി ചെയ്യുക. ഇഷ്ടിക കറക്റ്റായിട്ട് ഉണ്ടാക്കണം, പക്ഷെ വിറക് കൊടുക്കത്തില്ല. അപ്പൊ അതിൽ പിറക്കാനായിട്ട് അവര് ദേശങ്ങളിൽ ചിതറിപ്പോയി എന്നാ വചനത്തിൽ വായിക്കും. അപ്പൊ അങ്ങനെ അത്രത്തോളം അവരുടെ ജീവിതത്തിൽ ഇതുവരെ അവർ കടന്നു പോയിട്ടില്ലാത്ത വേദന നിറഞ്ഞ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. അപ്പോഴാണ് വിടുതൽ. അത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവരെ അടിമകളാക്കി വെച്ചിരുന്ന രാജാവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ വിടത്തില്ല, വിടുന്ന പ്രശ്നമില്ല. അവിടുന്ന് കർത്താവ് വിടുവിച്ചിറക്കിയത്. അതവർക്ക് തികച്ചും സന്തോഷമുള്ള കാര്യം. മാത്രമല്ല, ഈ കഴിഞ്ഞ ഇത്രയും വർഷം ശമ്പളം തരാതിരുന്നതിന്റെ അതിന്റെ കുടിശ്ശിക എല്ലാം കൂടെ ചേർത്ത് വാങ്ങിച്ചാ പോകുന്നത്. കൊള്ളയിട്ടുകൊണ്ടെന്ന് അവിടെ എല്ലാവരുടെയും ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ കൈ കിട്ടി പാട്ടും നൃത്തവും സന്തോഷവും ആഘോഷവും ഒക്കെ ആയിട്ടാ പോകുന്നത്. ആ സന്തോഷം എന്ന് പറയുന്നത് അത് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. വലിയ സന്തോഷത്തിന്റെ അവസ്ഥ. ആ സന്തോഷം അധിക സമയം നിന്നില്ല. ആ സന്തോഷത്തിൽ കൂടെ മതിമറന്ന് അല്പം കഴിയുന്നതിന് മുമ്പ് അവരൊരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ചെങ്കടൽ. ആ ചെങ്കടലിന് മുമ്പിൽ അവർ വന്ന് നിന്നപ്പോ, ആ വലിയ ചെങ്കടലിന് മുമ്പിൽ അവർ വന്ന് നിന്നപ്പോ
ആമേൻ. ആ ചെങ്കടലിന്റെ ആ അവസ്ഥ അവരെ പ്രയാസപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രയാസപ്പെടുത്തി. കാരണം അവരുടെ സ്വന്തം ഇഷ്ടത്തിനല്ല അവർ പോകുന്നത്. അന്ന് അവരെ നയിക്കത്തക്കാണ് അവരുടെ മുമ്പിൽ മേഘസ്തംഭം പോകുന്നു. ആ മേഘസ്തംഭത്തെ അതിനെ അനുഗമിച്ചു പോവുകയാണ്, അല്ലാതെ അവർ സ്വന്തം വഴിക്ക് പോവുകയല്ല. അപ്പൊ മേഘം പോയതാണ് ഈ ചെങ്കടൽ വഴി. അവിടെ ചെന്ന് നിൽക്കുക. അവിടെ ചെന്നപ്പോൾ നിന്നപ്പോഴില്ല അവർക്ക് വലിയൊരു ടെൻഷൻ തോന്നാനുള്ള സാധ്യത കുറവാണ്. കാരണം സ്വന്തം ഇഷ്ടത്തിന് നടന്നതല്ലല്ലോ, മേഘസ്തംഭത്തെ അല്ലേ ഫോളോ ചെയ്തേ. പക്ഷെ അവിടെ നിൽക്കുമ്പോ പെട്ടെന്ന് അവർ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് പുറകില് വലിയൊരു അകമ്പടി ശബ്ദവും പൊടിയും ഒക്കെ കാണുന്നത്. അവർ നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അവിടുന്ന് അവർ പുറപ്പെട്ടു വന്ന ദേശത്തെ ശത്രു സൈന്യം വളരെ ശക്തിയോടെ ഇവരെ തിരിച്ചു കൊണ്ടുപോകുമെന്നോ അല്ലെങ്കിൽ കൊന്നുകളയുമെന്നോ എന്നൊക്കെയുള്ള ഭയം വരത്തക്കവണ്ണം അവര് ഓടി വരുന്നു. ആ സമയമാണ് അവരുടെ മാനസികാവസ്ഥയുടെ തലം തെറ്റുന്നത്. അവർ നിലവിളിച്ചു എന്നല്ല പറയുന്നത്, മോശയ്ക്കെതിരെ പിറുപിറുക്കുന്ന ഒരു സാഹചര്യം, ദൈവത്തിനെതിരെ എന്ന് തന്നെ പറയാം. അവർ പിറുപിറുക്കാൻ തുടങ്ങി. ശവക്കോട്ടയില്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു? ഞങ്ങൾ അവിടെ മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നല്ലോ. ഞങ്ങളെ എന്തിനിവിടെ കൊണ്ടുവന്നു? ഞങ്ങൾക്ക് എന്തിന് ഈ അവസ്ഥ വന്നു? ഞങ്ങൾ സ്വന്തമായിട്ട് ചെങ്കടലേക്ക് നടന്നു വന്നതല്ലേ, നീ ഞങ്ങളെ നയിച്ചതല്ലേ? അവിടെ ആകെ പ്രശ്നം. മടങ്ങിപ്പോകാമെന്ന് ഒരു കൂട്ടർ പറയാൻ തുടങ്ങി, മോശയെ വെറുതെ വിട്. അവിടെ വല്ലാത്തൊരു കലഹം. ഇത്രയും വലിയൊരു പുരുഷാരത്തിനിടയ്ക്ക് രണ്ട് ഗ്രൂപ്പ് ആകുക എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു നോക്കിയേ, അതൊരു വലിയ കലഹമാണ്. കാരണം അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ഗർഭിണികളുണ്ട്, മൃഗങ്ങളുണ്ട്, പ്രായാധിക്യം ചെന്നവരുണ്ട്. ഇവരെ എല്ലാവരുടെയും കൂടി ഒരു വഴക്കും കലഹവും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് നിയന്ത്രിക്കുന്നതിന് അതീതമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് നിൽക്കുമ്പോൾ ജനം നിലവിളിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുമ്പോൾ മോശ ദൈവസന്നിധിയിൽ നിന്ന് ദർശനം പ്രാപിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടിട്ട് ഇറങ്ങിയ ആളാ മോശ. ആ മോശ ദൈവത്തോട് നമുക്ക് പുറപ്പാട് പുസ്തകത്തിന്റെ അതിന്റെ 14-ാം അധ്യായത്തില് നമുക്ക് ഹല്ലേലൂയ ആമേൻ അതിന്റെ 13-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. അപ്പൊ ഈ 13-ാമത്തെ വാക്യത്തിൽ മോശ പല കാര്യം പറയാം. ഒന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്, ജനത്തോട് പറയുക ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് നിങ്ങൾ കാണണം. മോശ അവിടെ ഇവര് നിലവിളിക്കാൻ തന്നെ കാരണം എന്താ? അവരൊരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുക. ചെങ്കടൽ കണ്ടു. ഓക്കെ, അവര് ഭയപ്പെടാനുള്ള റീസൺ എന്താന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അവർ നിലവിളിക്കാനുള്ള റീസൺ എന്താന്ന് വചനത്തിൽ പറയുന്നത് 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഫറവോൻ അടുത്ത് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 14:10, ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. അവര് ഭയപ്പെട്ടത് വേറെ ഒന്നും കണ്ടല്ല, ചെങ്കടൽ കണ്ടിട്ടല്ല, ഈ ഫറവോന്റെ സൈന്യം വരുന്നത് കണ്ടു ഭയപ്പെട്ടു. അവർക്കിത് കണ്ട ഭാഗത്ത് ഭയമുണ്ട്. അപ്പൊ അവരിത് കണ്ട് അവരുടെ ഉള്ളിലുണ്ടായ ഭയം, ഈ ഒരു സാഹചര്യത്തെ കണ്ടിട്ട് അവരുടെ ഉള്ളിലുണ്ടായ ഭയം, ആ ഭയത്തിൽ നിന്നാണ് അവർ ഈ പിറുപിറുപ്പും ബഹളമെല്ലാം വന്നത്. നമുക്ക് ഭയം ഒരു വലിയ പ്രശ്നമാണ് ജീവിതത്തിൽ. നമ്മൾ പലപ്പോഴും ചില തെറ്റായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഭയം കൊണ്ടാണ്. ആളുകൾ നുണ പറയുന്നതുകൊണ്ടാണ്, ഭയം കൊണ്ട്. ചിലപ്പോൾ ചില പാപങ്ങൾ പോലും ചെയ്യുന്നത് പേടിച്ചിട്ടാണ്, ഭയം വന്നിട്ട്. അപ്പൊ നമ്മൾ ആദ്യം ജയിക്കേണ്ടത് ഭയത്തെ. അപ്പൊ അവിടെ ഇവർ കണ്ടു. ആരെ കണ്ടു? ഫറവോന്റെ സൈന്യത്തെ കണ്ടപ്പോൾ മുതൽ ഇതുവരെയും അവര് ആനന്ദഘോഷം പാടി, ജയഘോഷ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നവര് അവര് പിറുപിറുക്കാനും തമ്മി വഴക്കുണ്ടാക്കാനും തമ്മിൽ കുറ്റപ്പെടുത്താനും തുടങ്ങി. അപ്പൊ ഇവിടെ അവർ കണ്ടു, ഭയന്നു. നിങ്ങളുടെ അകത്ത് നിങ്ങൾ കാണുന്ന കാഴ്ചകളെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ കാണുന്നത് ശരിയായ കാര്യമല്ലെങ്കിൽ, കാണുന്ന കാര്യങ്ങളെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ വല്ലാതെ ഭാരത്തിലാവും. ഇവിടെ അവര് പാപം ചെയ്തു, പിറുപിറുത്ത്. എന്തുകൊണ്ടാണ്? ഭയം വന്നപ്പോ. ഭയമാണ് പാപത്തിന്റെ ഒരു പ്രധാന കാരണം. ഭയമാണ്. ഭയത്തെ ജയിക്കുന്നതാണ് വിശ്വാസം. വിശ്വാസവും പാപവും രണ്ട് സൈഡിൽ നിൽക്കുന്നത്, വിശ്വാസവും ഭയവും രണ്ട് സൈഡിൽ നിൽക്കുന്നത്. ഇവര് ഭയന്നു. അതുകൊണ്ട് മോശ അവരോട് പറയുക, ഭയപ്പെടേണ്ട. നിങ്ങൾ ഭയപ്പെടാതിരുന്നാൽ തന്നെ പകുതി കാര്യങ്ങൾക്ക് തീരുമാനമാവും. നമ്മുടെ അനേകരുടെ ജീവിതത്തിനകത്ത് രോഗമല്ലല്ലോ വിഷയം, രോഗഭയമല്ല വിഷയം.
നമ്മളതിന് വേറൊരു വാക്ക് പറയും, രോഗഭാരം, സാമ്പത്തിക ഭാരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ആവശ്യങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്, പക്ഷെ അത് ഭാരമായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് വെല്ലുവിളിയായി മാറുന്നത്. അപ്പൊ ഇവരുടെ ജീവിതത്തിനകത്ത് ഒരു വെല്ലുവിളിയായിട്ട് മാറി. അവർ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള സാഹചര്യത്തിൽ മോശ പറയുക, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി, ഭയപ്പെടേണ്ട. നിങ്ങളെ പേടിയാണ് നിങ്ങളുടെ എല്ലാ വിഷയത്തിനും കാരണം. നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. അങ്ങനെ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ എന്ന് പറഞ്ഞവനായ ദൈവം അവരോട് പറയാ ഉറച്ചു നിൽക്കാൻ. അങ്ങനെ ഉറച്ചു നിൽക്കാൻ പറഞ്ഞവനായ ദൈവം, ആമേൻ, അവരോട് പറഞ്ഞ കാര്യം ഉറച്ചു നിൽക്കാം. അങ്ങനെ ഉറച്ചു നിൽക്കാൻ പറഞ്ഞവനായ മോശ കേട്ടോ, മോശ അടുത്തൊരു കാര്യം അവരോട് പറയാ, ഇന്ന് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് ദൈവം വരുത്താനിരിക്കുന്ന രക്ഷയെ ഇന്ന് കണ്ടുകൊള്ളി. അതായത് നിങ്ങളിപ്പോ ഭയപ്പെടുന്ന എന്തുകൊണ്ടാ? പുറകിൽ വരുന്ന ഫറവോന്റെ സൈന്യത കണ്ടിട്ട, ഇന്നലകളിലെ ഫറവോന്റെ ആ അടിമത്വത്തിന്റെ വേദന കണ്ടിട്ടാ നിങ്ങളിപ്പോ നിലവിളിക്കുന്നത്. അപ്പൊ ഇന്നലകളിലെ കാഴ്ച അങ്ങ് മറക്കുന്നേ. നാളത്തെ അത്ഭുതത്തെ നിങ്ങൾ കണ്ടേ, കുഴപ്പമില്ല, നാളത്തെ അത്ഭുതം നിങ്ങൾ കാണും, നാളത്തെ അത്ഭുതത്തെ നിങ്ങൾ കണ്ടേ. പക്ഷെ നാളത്തെ അത്ഭുതം നാളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നാളെ അത്ഭുതം നിങ്ങൾ പ്രാപിക്കും. ദൈവം ചെയ്യുവാനിരിക്കുന്നത് നാളെയാ, പക്ഷെ ഇന്ന് നിങ്ങൾ കാണണം. ഇന്ന് നിങ്ങൾ കാണണം. ഇന്ന് നിങ്ങൾ കണ്ടാൽ സ്ഥിതി മാറും. Today you need to see the salvation which will happen in your future. നിങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അതിനെ ഇന്നൊന്ന് കണ്ടേ. നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് നമ്മൾ ഈ ദർശനത്തെ മറന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ കാര്യമാണ്. ലോത്ത് കൂടെ നിന്ന് പോയി. ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിലൊക്കെ വഴക്കുണ്ടാക്കി, വലിയ പ്രശ്നമായി. കാരണം അവരുടെ മൃഗസമ്പത്തുകളെ ദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെ അത്ര അനുഗ്രഹമായി അബ്രഹാമിന് ദൈവം കൊടുത്തു. അവിടുന്ന് അബ്രഹാം പോവാ. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നീ എങ്ങോട്ട് വേണേലും പോകും, നീ ഇടത്തോടെങ്കിൽ ഞാൻ വലത്തോട്ട്, നമുക്ക് തമ്മിൽ പിരിയാം. അങ്ങനെ പിരിഞ്ഞതിന് ശേഷം ലോത്ത് യോർദാന് കിഴക്കുള്ള നീരൊഴുക്കുള്ള സ്ഥലം, ബെസ്റ്റ് പ്രോപ്പർട്ടി ലോത്ത് അങ്ങ് തെരഞ്ഞെടുത്തു. അബ്രഹാമിനറിയാം, ഇവിടുത്തെ നിലത്തെ വെള്ളത്തിലല്ല സമൃദ്ധി ഇരിക്കുന്നത്, വചനത്തിലാ സമൃദ്ധി ഇരിക്കുന്നത്, പ്രോമിസിലാ സമൃദ്ധി എന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അബ്രഹാം അത് മൈൻഡ് ചെയ്തു. പക്ഷേ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ലോത്ത് അറിവിൽ നിൽക്കുന്നതാണ്. അപ്പൊ ലോത്ത് കാഴ്ച പ്രകാരം കാര്യത്തെ തിരഞ്ഞെടുത്തു. ആ അബ്രഹാമിന്റെ ദൈവം പറഞ്ഞ കാര്യമാണ്, നീ ഇപ്പൊ തല ഉയർത്തി കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും നീ നോക്ക, ഞാനത് നിനക്ക് തരും. നീ ഇന്ന് കാണും, ഞാൻ നാളെ അത് ചെയ്യും. പക്ഷെ ടുഡേ യു നീഡ് ടു സീ ഇറ്റ്. നീ ഇന്ന് കാണണം. ഇന്ന് നീ അത് കണ്ട നാളെ ഞാനത് തരും. പ്രിയപ്പെട്ടവർ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇന്ന് നിൽക്കുന്ന വിഷയങ്ങളല്ല കാണുന്നത്. കർത്താവ് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. ഇതാണ് വചനം. ഇറ്റ് ഈസ് സംതിങ് അബൌട്ട് ദ വേർഡ്. ആ വചനം നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റുമോ? നിങ്ങളുടെ തലയിൽ ആരെങ്കിലും കൈവെക്കണം, നിങ്ങളുടെ കൂടെ ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കണം, നിങ്ങൾക്കൊരു ആത്മീയ അനുഭവം ഉണ്ടാവണം. നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ, don't wait for some experience, physical experiences, but believe in the word of God. Believe in the word of God. ദൈവ വചനത്തിൽ ഒന്ന് വിശ്വസിച്ച്. Praise God. അപ്പൊ അവിടെ ഇവൻ ഈ വചനത്തിലുള്ള ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടാകേണ്ട ഉറപ്പ് കർത്താവ് പറയുക, നീ ഇന്ന് കണ്ടേ, ഇന്ന് നീ കാണുന്ന സ്ഥലം ഞാൻ നിനക്ക് തരും. ഇന്ന് നീ കാണുന്ന സ്ഥലം ഞാൻ നിനക്ക് തരും. പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾ എത്ര വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കണം, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ബോധേഡല്ല. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, നിങ്ങൾ ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നാളെ വരുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അത്ഭുതത്തെ ഇന്ന് നിങ്ങൾ കണ്ടാൽ, അത് കാണണമെങ്കിൽ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ലെന്ന് വിശ്വാസത്താലാ. അപ്പൊ ഈ കാഴ്ചയാൽ നടക്കുന്നു, വിശ്വാസത്താൽ നടക്കുന്നു എന്ന് പറഞ്ഞാല്
ഞങ്ങൾ കണ്ണു തുറന്ന് നടക്കുന്നു, അത് കാഴ്ചയാലുള്ള നടപ്പാണ്. പക്ഷെ അടുത്തൊരു നടപ്പുണ്ട്, വിശ്വാസത്താൽ ചിലത് കണ്ടുകൊണ്ടുള്ള നടപ്പ്. നിങ്ങളിന്ന് ചില കാര്യത്തിൽ വറീഡാകാൻ കാരണം എന്ത്? നിങ്ങൾക്ക് ചിലരോട് അവരങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ, ഫ്യൂച്ചറിൽ അവർ എനിക്കെതിരെ പാരവയ്ക്കും, അത് ഇതാകും. നിങ്ങൾ ആരെയാ വിശ്വസിക്കുന്നത്? നിങ്ങൾ ആരെയാ ആശ്രയിക്കുന്നത്? നിങ്ങൾ ആരുടെ ശബ്ദം കേട്ട റഷ്യയിലേക്ക് വന്നേ? ദൈവശബ്ദം കേട്ടിട്ടോ? ചുറ്റുപാടുകളെ നോക്കാം, ധൈര്യമായിട്ട് പോകും. നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ദൈവം നീതിമാനാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ളത് നിങ്ങളുടെ കയ്യിൽ തന്നെ വരും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. അവിടെ നമുക്കറിയാം, യോസഫിന്റെ ജീവിതത്തില് 2 സ്വപ്നം കണ്ടു. 1 കച്ചകൾ വണങ്ങി നമസ്കരിക്കുന്നു, 2 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും നമസ്കരിക്കുന്നു. വലിയ സ്വപ്നമാണ് കണ്ടത്. ഈ സ്വപ്നം കണ്ട ജോസഫ് സ്വപ്നം കണ്ടു. പ്രിയപ്പെട്ടവരെ, യോസഫ് ഇത് കണ്ടു. യോസഫിന്റെ ജീവിതത്തിനകത്തുള്ള ദൈവിക പ്രവർത്തികൾ നമുക്ക് പടിപടിയാ നമുക്കറിയാം. ഇതെല്ലാം കഴിഞ്ഞ് സഹോദരങ്ങളെല്ലാം അടുത്തെത്തി. അവരുടെ മുമ്പിൽ തന്നെ വെളിപ്പെടുത്തിയ യോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു, പക്ഷെ എന്റെ ദൈവം ഇന്നുള്ളതുപോലെ അനേക ജീവന് നന്മയാക്കി അത് മാറ്റും. അപ്പൊ ഈ പോത്തിഫറിന്റെ വീട്ടിൽ നടന്ന തിന്മയൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അവിടെ യോസഫ് കറ്റകളുടെ സ്വപ്നവും നക്ഷത്രങ്ങളുടെയും സൂര്യന്റെയും ചന്ദ്രന്റെയും സ്വപ്നം കണ്ട യോസഫ് പിന്നെ പൊട്ടക്കിണർ അവൻ കണ്ടിട്ടില്ല. അതിലെ വന്നേ ഉള്ളൂ. അവൻ അതിനെക്കുറിച്ചൊരു ഭാരമാവില്ല. പോത്തിഫറിന് വീട്ടിൽ ജോലി ചെയ്തു, അതവൻ കണ്ടില്ല. കാരാഗ്രഹത്തിൽ കിടന്നു, അതിനെക്കുറിച്ച് അവൻ മറന്നുപോയെന്ന്. ഇപ്പോ മന്ത്രി കസേരയിൽ ഇരിക്കുമ്പോ ഫറവോന്റെ അടുത്ത സ്ഥാനമായ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ യോസഫ് ഇരിക്കുമ്പോ യോസഫിന് അടിമത്തത്തെ കുറിച്ച് ഓർക്കാൻ സമയമില്ല, കാരാഗ്രഹവാസം ഓർക്കാൻ സമയമില്ല, പൊട്ടക്കിണറ്റിൽ കിടന്ന് ഓർക്കാൻ സമയമില്ല, മരുഭൂമി യാത്ര ഓർക്കാൻ സമയമില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു അത്ഭുതം കണ്ടവരാണോ? ദർശനം കണ്ടവരാണോ? ദർശനം കണ്ടവന്റെ മുമ്പിൽ, അത്ഭുത ദർശനം കണ്ടവന്റെ മുമ്പിൽ ബാക്കിയെല്ലാം ബ്ലൈൻഡ് ആവും. അവന്റെ ഓട്ടം എങ്ങോട്ടാണെന്നറിയാമോ? അവന്റെ ഓട്ടം ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ്. ആമേൻ, ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കുക, ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നവൻ ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ പ്രോത്സാഹിപ്പിക്കുകയോ എതിർക്കുകയോ അല്ലെങ്കിൽ കൂടുതലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇവനെ ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകളെല്ലാം കേട്ടേക്കാം. പക്ഷെ ഇവന്റെ ഒരൊറ്റ നോട്ടമാണ്, ഒരൊറ്റ ലക്ഷ്യമാണ്. ആ ട്രാക്കില്, അവനെ ആക്കി വെച്ചിരിക്കുന്ന ട്രാക്കിൽ ഓടി ഓടി ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, ചുറ്റുപാടുകളെ നോക്കി, മനുഷ്യരെ നോക്കി, സാഹചര്യങ്ങളെ നോക്കി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വലിയ ബിരുദം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം, അങ്ങനെ ചെല്ലുമ്പോൾ ഇതിങ്ങനെ ആകും, അങ്ങനെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട. എന്റെ ദൈവം ചെയ്യുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളെ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരൊറ്റ മനുഷ്യൻ ലോകത്തില്ല. ചിലർ തന്ത്രങ്ങളിലൂടെയൊക്കെ കാര്യങ്ങളെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന പോലെ തോന്നിക്കും. ഇല്ലില്ല, എന്റെ ദൈവം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ മോശ തന്നെ ജനത്തോട് പറഞ്ഞ കാര്യം, നിങ്ങൾ ഈ പുറകിൽ നിൽക്കുന്ന സൈന്യത്തെ നോക്കാതെ ദൈവം വരുത്തുന്ന രക്ഷയെ ഇപ്പൊ കാണ്. അങ്ങനെ നിങ്ങൾ കണ്ടാൽ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനിമേൽ നിങ്ങൾ കാണത്തില്ല, അപ്പം മുതൽ കാണത്തില്ല. കാരണം നിങ്ങളുടെ കണ്ണിന് അത് കാണത്തില്ല. നിങ്ങൾ ഇത് കാണുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമായിട്ട് മാറുക, അത്ഭുതത്തിന്റെ ദിവസമായിട്ട് മാറുക. എവിടെ നിങ്ങൾ പരാജയപ്പെട്ടോ അവിടെ തന്നെ നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറുക. ഇപ്പോൾ അത് സംഭവിക്കാൻ പോവാ. വിശ്വസിക്കാമോ? ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അതെ, ജനത്തെ ബലപ്പെടുത്തിയ മോശയുടെ ശബ്ദം പോലെ ഞങ്ങൾ പറയുന്ന കർത്താവ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രതികൂലത്തെ കണ്ട് നിരാശപ്പെട്ട് തളർന്നു നിൽക്കുന്നവർക്ക് പ്രാർത്ഥിക്കും യേശുവിന്റെ നാമത്തിലപ്പ. ആമേൻ.
അവരുടെ ആ പ്രതികൂലത്തിന്റെ കാഴ്ചകളെ കണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന കണ്ണുകൾ മാറിയിട്ട് ദൈവം വരുത്തുന്ന രക്ഷയെ കാണുന്ന കണ്ണ് തുറക്കട്ടെ. അവരുടെ ഹൃദയ കണ്ണുകൾ തുറക്കട്ടെ, ആത്മ കണ്ണുകൾ തുറക്കട്ടെ. ആ രക്ഷയെ കാണട്ടെ, ദൈവപ്രവൃത്തിയെ കാണട്ടെ, ദൈവിക നന്മയെ കാണട്ടെ, ദൈവിക മഹത്വത്തെ കാണട്ടെ. എല്ലാം നെഗറ്റീവ് മാറിപ്പോകട്ടെ. പിശാചിന്റെ സകല പദ്ധതികളും ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. മറ്റുള്ളവരുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, നോട്ടം കൊണ്ട് അകത്തു വന്ന മുറിവുകളും, ഹല്ലേലൂയ, അകത്തു വന്ന ആഴത്തിലെ ആമേൻ ആ പ്രയാസങ്ങളും അത് മുറിവുണങ്ങി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അസാധാരണ സൗഖ്യം വെളിപ്പെടട്ടെ. അസാധാരണ സൗഖ്യം വെളിപ്പെടട്ടെ. അവസ്ഥകൾ പരിപൂർണമായി മാറട്ടെ കർത്താവ്. വലിയ വിടുതലിന്റെ ദിവസങ്ങളായിട്ട് ഈ ദിവസങ്ങളെ കർത്താവ് മാറ്റുന്നതിനായിട്ട് നന്ദി. വലിയ ദൈവപ്രവൃത്തി അവിടെ നയിക്കുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ കർത്താവേ, ഹല്ലേലൂയ, രോഗികളായിട്ടിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. അവർ സൗഖ്യത്തെ കാണട്ടെ. ഇപ്പോൾ തന്നെ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. അവർ എഴുന്നേറ്റ് നടക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ആമേൻ ആമേൻ. എത്ര മാരക രോഗമാകട്ടെ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ സൗഖ്യത്തിന്റെ ശക്തി ഇപ്പോൾ നീട്ടപ്പെടട്ടെ. ഇപ്പോൾ തന്നെ അവരായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ആ റൂമില് ആ ഭയത്തിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ. ആത്മഹത്യയുടെ ചിന്ത മാറിപ്പോകട്ടെ. ആ മദ്യാസക്തിയുടെ സ്പിരിറ്റ് മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ കുടുംബങ്ങളിൽ കലഹമുണ്ടാക്കുന്ന ആ സ്പിരിറ്റ് മാറിപ്പോകട്ടെ. ഡിപ്രഷന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ മരുന്ന് കഴിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോയി സൗഖ്യം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ കർത്താവേ, ഹല്ലേലൂയ, കുടുംബങ്ങളിൽ സമാധാനം വെളിപ്പെടട്ടെ. അത്ഭുത സൗഖ്യത്തെ ക്രിസ്തുവിന്റെ ജീവനെ ഭവനങ്ങളിൽ കൽപ്പിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളുടെ ഭവനങ്ങളിൽ വലിയ ദൈവമഹത്വം ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ഇനി ഒന്നിനും നിങ്ങളെ തടയാനോ സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. നിങ്ങളുടെ യാത്ര മുന്നോട്ട് തന്നെ. വലിയ പ്രവൃത്തി നിങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. നിങ്ങളുടെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. അത് നിങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യണേ. നിങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളും പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളോടൊപ്പം കർത്താവിനെ സ്തുതിക്കാനും ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. നിങ്ങൾ മുടങ്ങാതെ ഇത് കാണണം കേട്ടോ. എല്ലാ ദിവസവും തുടർച്ചയായിട്ട് നിൽക്കുന്ന ഒരു ബൈബിൾ പഠന പരമ്പരയുണ്ട്. നിങ്ങൾക്കതിൽ സൗജന്യമായിട്ട് പ്രവേശിക്കാവുന്നതാണ്. പഠന പരമ്പര എന്നൊക്കെ പറയുമ്പോൾ അതിന് ടെക്സ്റ്റ് ബുക്കോ എക്സാമൊക്കെ കാണുമെന്ന് നിങ്ങൾ ഇല്ല, അങ്ങനൊന്നുമില്ല. നമ്മൾ ബൈബിളിൽ തന്നെ ദൈവവചനത്തെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ, അവിടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. നിശ്ചയമായിട്ടും ജോയിൻ ചെയ്യുക. ഈ പ്രോഗ്രാമിൽ നിങ്ങളും പങ്കാളികളാകുക. നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവരെ ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലൂടെ മറ്റെല്ലാ നിലകളിലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കാളിത്തം വഹിക്കാവുന്നതാണ്. നിങ്ങളിൽ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ, പല വീടുകളിലും അസാധാരണമായ ദൈവമഹത്വം ഇറങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾ വളരെ ആഗ്രഹമുണ്ട്. ഞങ്ങളുമായി നിങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളെ പങ്കുവയ്ക്കുക. അടുത്ത പ്രോഗ്രാമിൽ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.